സമയത്ത് അല്ലെങ്കിൽ ഓക്കെ, അത് നമ്മൾ ടൈപ്പ് 5 ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇന്റേണൽ എത്തുന്ന സമയത്ത് അത് വേറെ രീതിയിലാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക ആ നെറ്റ്വർക്സിനെ. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ബിക്കോസ് ടൈപ്പ് 5 കാണിക്കേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹലോ, പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, റീഡിസ്ട്രിബ്യൂട്ട് എന്തിനാ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ, സോറി, ഒരു കാര്യം പറയാം. ഇപ്പോൾ R4ൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓർഗനൈസേഷൻ, ഇത് കംപ്ലീറ്റ് ഓർഗനൈസേഷന് R4 ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെയ്യുന്നത്, വേറൊരു സൈഡിലെ വേറൊരു ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സിനാരിയോയിൽ ഞാൻ എനിക്ക് ഇവിടെ 2 പ്രോട്ടോകോൾ റൺ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് ആ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് റിപ്പാണ്. റിപ്പ് അല്ല, ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് റിപ്പ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് EIGRP അല്ലെങ്കിൽ BGP നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ആ റിപ്പായിട്ട് കൺസിഡർ ചെയ്യും. എന്താ പറയുക, എനിക്ക് ആ എക്സാമ്പിൾ അവിടെ കാണിക്കേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൻ്റെ റൗട്ടിംഗ് ടേബിളിൽ, ഇതിൻ്റെ ഈ റൗട്ടറിൻ്റെ R4നെ സംബന്ധിച്ചിടത്തോളം 2 പ്രോട്ടോകോൾസ് റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് OSPF-ഉം ഒന്ന് റിപ്പും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ R4ൽ കയറിയിട്ട് ആ റീഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിപ്പിൻ്റെ ഈ കംപ്ലീറ്റ് നെറ്റ്വർക്ക് എന്ത് ചെയ്യുള്ളൂ, ഇങ്ങോട്ടേക്ക് ഇൻജക്ട് ചെയ്യിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇവിടെ R4ന് റൗട്ടിംഗ് ടേബിൾ ഉണ്ടോ നോക്കട്ടെ, ബിക്കോസ് അവിടെ വരെ എത്തണം എന്തായാലും. ഓക്കെ, R4ന് റൗട്ടിംഗ് ടേബിൾ ഈ പറഞ്ഞ എല്ലാ നെറ്റ്വർക്ക്സും എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണ്. ഓക്കെ, കോൺഫിഗറേഷൻ റൗട്ടർ OSPF1 റീഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ബിക്കോസ് നമുക്കത് വേറെ കുറച്ച് കാര്യങ്ങളും പഠിക്കാനുണ്ട്. റീഡിസ്ട്രിബ്യൂഷനും ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് റീഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ റൗട്ട് മാപ്പ്, പ്രിഫിക്സ് ലിസ്റ്റ് എല്ലാം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് BGPയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ BGPയിൽ മിക്കതും ഈ റൗട്ട് മാപ്പ് എല്ലാം വെച്ചിട്ടാണ് മിക്ക കാര്യങ്ങളും നടത്തുന്നത്. ആട്രിബ്യൂട്ട്സും കാര്യങ്ങളിലും കോൺഫിഗർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ശരിക്കും ഞാനിപ്പോൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും ഈ പുറത്തുള്ള റിപ്പിൻ്റെ നെറ്റ്വർക്ക്സ് ഞാൻ OSPF-ലേക്കാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ASPR റൗട്ടറാണ്, ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് 2 AS തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സിനാരിയോയിൽ ഞാൻ എന്താ വെച്ചാൽ OSPF-ൽ കയറിയിട്ട്, റൗട്ടർ OSPF-ൽ കയറിയിട്ട് ഏത് നെറ്റ്വർക്കിനെയാണോ ഇൻജക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കിലേക്കാണോ ഇൻജക്ട് ചെയ്യേണ്ടത്, ആ നെറ്റ്വർക്കിൽ ഞാൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോട്ടോക്കോളിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യുക, റൗട്ടർ OSPF. ഇപ്പോൾ നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ റിപ്പിലേക്കാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, റൗട്ടർ റിപ്പിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, OSPF റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് റിപ്പിനെയാണ് അല്ലേ. റിപ്പിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീഡിസ്ട്രിബ്യൂട്ട് ജസ്റ്റ് റിപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതെന്ത് വെച്ചാൽ റീഡിസ്ട്രിബ്യൂട്ട് അതങ്ങ് പോയിക്കോളും. ഞാനത് രണ്ടിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാം, മെട്രിക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാണ് മെട്രിക് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് റീഡിസ്ട്രിബ്യൂട്ട് റിപ്പ് എന്ന് പറഞ്ഞിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ASPR-ലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് റിപ്പ് OSPF-ലേക്ക്. അപ്പോൾ അവിടെ ആണെങ്കിൽ ചില സമയത്ത് ഈ വരുന്ന നെറ്റ്വർക്കില്ലേ, ഈ റിപ്പ് വഴി വരുന്ന നെറ്റ്വർക്കിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലി മെട്രിക് വാല്യൂ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എത്ര മെട്രിക് വെച്ചിട്ടാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഏത് മെട്രിക് വെച്ചിട്ടാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് മാനുവലി പറയാൻ പറ്റും. ഇഫ് ഇൻ കേസ് ഞാൻ അത് പറയുന്നില്ലെങ്കിൽ, ഏതാണോ ബൈ ഡിഫോൾട്ട് ഈ നെറ്റ്വർക്കിൻ്റെ ഈ പറഞ്ഞ സബ്നെറ്റ്സിൻ്റെ മെട്രിക് വാല്യൂ ഇവിടെ എത്തുന്നത്, ആ മെട്രിക് വാല്യൂ എഡിഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഓരോ റൗട്ടിൻ്റെ റൗട്ടിംഗ് ടേബിളിലേക്ക് എത്തുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതാണ് മെട്രിക് എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി മെട്രിക് ടൈപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞുതരാം. മെട്രിക് ടൈപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് E1-ഉം ഒന്ന് E2-ഉം. ഞാനത് വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം സിമ്പിളായിട്ട്. only classful networks will be redistributed. And calculate.
ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് OSPF ഒരു ക്ലാസ്ഫുൾ നെറ്റ്വർക്ക് ക്ലാസ്ലെസ് നെറ്റ്വർക്ക് അല്ലേ. ഞാൻ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് റിപ്പ് ഒരു ക്ലാസ്ഫുൾ നെറ്റ് സോറി OSPF ഒരു ക്ലാസ്ലെസ് നെറ്റ്വർക്ക് ആണ്. ഞാൻ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റിപ്പ് ഒരു ക്ലാസ് ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ആ എറർ അവിടെ ജനറേറ്റ് ആവുന്നത്. റിപ്പ് വെർഷൻ 2 ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. റിപ്പ് വേർഷൻ 2 അല്ലേ? റിപ്പ് വേർഷൻ 2 ആ, അത് നീ പറഞ്ഞ റെഡിയാ. റിപ്പ് വേർഷൻ 2 നമുക്കത് എനേബിൾ ചെയ്യേണ്ട ഓപ്ഷൻ കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. റിപ്പ് വേർഷൻ 2 ഓട്ടോ റിപ്പ് വേർഷൻ 2 ഓട്ടോ OSPF 1 fine. Yes, E2. അത് ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ട്. ഞാൻ അതൊറ്റ മിനിറ്റ് ഞാൻ ആ കമന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്നുള്ളത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഞാനത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ? ബിക്കോസ് ഞാൻ അവിടെ സബ്മിറ്റ് അപ്ലൈ ചെയ്ത സമയത്താണ് എന്ത് ചെയ്തത്, അത് റീഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആയത്. ഞാനത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. ഞാൻ എന്തായാലും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ. ഞാനത് നോക്കിയിട്ട് പറഞ്ഞതേ. ഓക്കെ, ഞാൻ വൺസ് അത് ചെയ്ത സമയത്ത് എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേ ഉണ്ടായ റൗട്ടിംഗ് ടേബിളാണ് ഇത്. ഏത് R1 നമ്മൾ ജസ്റ്റ് OSPF ഇൻഫർമേഷൻ മാത്രമേ അത് ഡേറ്റിലോ കീപ്പ് ചെയ്യണ്ടായിട്ടുള്ളൂ. ഞാൻ വൺസ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്ത സമയത്ത് എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട E2 എന്ന് പറഞ്ഞ അഡ്വർടൈസ് ചെയ്തു. E2 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആണ്. OSPF എക്സ്റ്റേണൽ ആണ്. എവിടെയല്ലേ ഇതാ E2 എന്ന് പറഞ്ഞാൽ OSPF എക്സ്റ്റേണൽ ടൈപ്പ് 2. ഓക്കെ, OSPFൽ ഞാൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് E1 പിന്നെ ഉള്ളത് E2. ഓക്കെ, E1ഉം E2ഉം ബൈ ഡിഫോൾട്ട് ഞാൻ ഒരു നെറ്റ്വർക്ക് OSPFലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അത് E2 ആയിട്ടാണ് അഡ്വർടൈസ് ചെയ്യുക. ഓക്കെ, E2 എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിനാരിയോ നോക്കിക്കോളേ. ഈ സിനാരിയോ നോക്കി നിങ്ങൾ ശരിക്ക് എത്രയാണ് മെട്രിക് വാല്യൂ വരുന്നത്? R4 ഔട്ട്.
10. ശരിക്കും E1 E2 തമ്മിലുള്ള ഡിഫറൻസ് എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ASBRലേക്ക് ഒരു നെറ്റ്വർക്കിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അത് OSPF ഇൻസൈഡിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ അറിയാറ് അത് E2 ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യാം. ഇനി E1 E2 തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗട്ടറിനെ കൺസിഡർ ചെയ്തിട്ട് പറയുന്ന സമയത്ത് ഏത് ഡെസ്റ്റിനേഷൻ ഇതാണെങ്കിൽ E1 എന്ന് പറഞ്ഞൊരു മെട്രിക് ടൈപ്പാണ്. മെട്രിക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ഒരു മെട്രിക് ടൈപ്പാണത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, E1 E2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി E1ൻ്റെ കേസിലാണെങ്കിൽ സം ഓഫ് ഇന്റേണൽ കോസ്റ്റ്, ഓക്കെ, ഇന്റേണൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ASBRലേക്ക് എത്താനുള്ള ഇന്റേണൽ കോസ്റ്റ് പ്ലസ് എക്സ്റ്റേണൽ കോസ്റ്റ് ടുവേർഡ്സ് ദ ഡെസ്റ്റിനേഷൻ, അതാണ് E1 എന്ന് പറയുന്നത്. സം ഓഫ് രണ്ടും ഈ സോഴ്സ് നിന്ന് ഇതിപ്പോൾ ഞാൻ R1 എന്ന കേസ് കൺസിഡർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ R1 നിന്ന് ഡെസ്റ്റിനേഷൻ ഇതാണ്, R5ലെ ഈ ലൂപ്പ് ബാക്ക് അഡ്രസ് ആണ്. ഇനി E2 ആയിട്ട് അഡ്രസ് ചെയ്യുന്ന സമയത്ത് E1 ആയിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സം ഓഫ് ഇന്റേണൽ കോസ്റ്റ് പ്ലസ് എക്സ്റ്റേണൽ കോസ്റ്റ് ആയിരിക്കും E1. ഓക്കെ, ഇനി E2 എന്താ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ASBRന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. ഫൈൻ. അപ്പോൾ ഇവിടെ എനിക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് മാറ്റിയിട്ട് നോക്കാം. ഇപ്പോൾ E2 ഉള്ളത് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് E1ലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് നേരത്തെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ടത്. സോറി, വോയിസ് റെക്കോർഡിംഗ്. ഇവിടെ കണ്ടോ നമുക്ക് മെട്രിക് ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാനുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 1 കൊടുക്കും, എന്നിട്ട് അതിനനുസരിച്ചുള്ള മാറ്റം എന്താ നമുക്ക് കൂടെ നോക്കാമല്ലോ. അവിടെ E1ലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്തായെന്ന് പറഞ്ഞാൽ നേരത്തെ 20 എന്നുള്ള കോസ്റ്റ് എന്തായെന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടോ എന്തായിട്ടുണ്ട്, E1ലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്തായെന്ന് പറഞ്ഞാൽ 50ലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R1 നിന്ന് ഈ ASBRലേക്ക് എത്താനുള്ള ഇന്റേണൽ കോസ്റ്റ് ഇല്ലേ അതും കൂടി എന്ത് ചെയ്ത് കൺസിഡർ ചെയ്തു, പ്ലസ് ASBR ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള കോസ്റ്റും കൂടിയാണ് എടുത്തത്. അപ്പോൾ അതാണ് E1. ഓക്കെ, ഇനി E2 ആണെങ്കിൽ ജസ്റ്റ് ASBRന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ.
നമ്മൾ എക്സ്റ്റേണൽ നെറ്റ്വർക്ക്സ് OSPF-ലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് മെട്രിക് ടൈപ്പ് ഉണ്ടാവുക. ഒന്ന് E1 E2. E1 എന്ന് പറഞ്ഞാൽ സം ഓഫ് the cost calculated from source to the ASBR plus ASBR to destination. ഇനി E1 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E2 എന്താന്ന് പറഞ്ഞാൽ ASBRന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് E1 E2. ഇനി ഞാൻ എന്തിനാ ഇതിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് 5 LSAs കാണിച്ചിട്ടാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. R1 തന്നെ എക്സ്റ്റേണൽ നോക്കിയാൽ മതി. നിങ്ങൾ അവിടെ കണ്ടോ, നമുക്ക് ടൈപ്പ് 5ന്റെ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇതാ കണ്ടോ. ലിങ്ക് സ്റ്റേറ്റ് ID എക്സ്റ്റേണൽ നെറ്റ്വർക്ക് നമ്പർ ആണ്. അത് 2, 3, 4 ആ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ എന്ത് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ആ ഇൻഫർമേഷൻ മാത്രമേ അവിടെ എന്തെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. സോറി, നമുക്കൊരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 5 LSAs ആണ് കാണുന്നത്. നമുക്ക് എന്ത് വേണം, നമുക്ക് ടൈപ്പ് 4 കാണണ്ടേ. ടൈപ്പ് 4 എന്താന്ന് പറഞ്ഞാൽ ASBR സമ്മറി LSA. അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. ജസ്റ്റ് എന്ത് മാത്രമേ ഇല്ലൂ, ഈ ടൈപ്പ് 4 LSAയിൽ എന്ത് മാത്രമേ ഇല്ലൂ, ASBRന്റെ ഇൻഫർമേഷൻ മാത്രമേ ഇല്ലൂ. AS ബൗണ്ടറി റൗട്ടർ അഡ്രസ് ASBRന്റെ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും അഡ്വർട്ടൈസ് ചെയ്യുന്ന ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20.1, ബിക്കോസ് ഈ പറഞ്ഞ ആള് R2 R1 സംബന്ധിച്ചിടത്തോളം 20.1 ആണ്. അതാണ് എന്ത് ടൈപ്പ് 4ഉം ടൈപ്പ് 5 LSAs. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ASBR സമ്മറി ഒന്നും കൂടി സാർ പറയും ലാസ്റ്റ് പറയും. ASBR സമ്മറി നമ്മൾ ഇന്നലെ ടൈപ്പ് 4 LSA ആണ്. ടൈപ്പ് 4 LSA എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യുന്നത് ഇവൻ ദോ ടൈപ്പ് 4 ജനറേറ്റ് ആണെങ്കിൽ ടൈപ്പ് 4 ആണെങ്കിലും അത് ജനറേറ്റ് ചെയ്യുന്നത് ABR ആണ്. ABR എന്തിനാ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ASBRന്റെ ഇൻഫർമേഷൻ മാത്രമാണ് സെൻഡ് ചെയ്യുക. ASBRന്റെ ഇപ്പോൾ R1 നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് നെറ്റ്വർക്കിൽ ആരാ ASBR? R4 അല്ലേ. R4ന്റെ റൗട്ടർ ID എന്താന്ന് പറഞ്ഞാൽ 30.2 ആണ്. ഇതാ ഇവിടെ ഇയാൾ 30.2. അപ്പോൾ ടൈപ്പ് 4 LSA അല്ലെങ്കിൽ ASBR സമ്മറി LSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നെറ്റ്വർക്കിലുള്ള ASBR അതിൻ്റെ ഇൻഫർമേഷൻ ആണ് ഉണ്ടാവുക. അതിൻ്റെ അഡ്വർടൈസിങ് റൗട്ടർ ഉണ്ടാവും, പ്ലസ് അതിലേക്ക് എത്താനുള്ള കോസ്റ്റും ഇതാ 20 എന്ന് പറഞ്ഞ കോസ്റ്റും. അതാണ് ടൈപ്പ് 4 LSA. മനസ്സിലായിനാ? ഓക്കെ. ഫൈൻ. ഇനി ഇതിൽ ഇപ്പോൾ എനിക്ക് ഗ്രൂപ്പ് മെമ്പർഷിപ്പ് LSA എനിക്ക് ഇപ്പോൾ എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല, ബിക്കോസ് ഞാനത് പറഞ്ഞു മൾട്ടി കാസ്റ്റ് OSPF ആണെന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് അതിൽ അടുത്ത ടൈപ്പ് 7 എനിക്ക് കാണിച്ചു തരാൻ പറ്റും. NSSA എക്സ്റ്റേണൽ LSA കാണിച്ചു തരാൻ പറ്റും. പിന്നെ അത് കാണിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതാ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: സ്റ്റബ് ഏരിയ, ടോട്ടലി സ്റ്റബ് ഏരിയ ആൻഡ് NSS ഏരിയാസ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റബ് ഏരിയയിലേക്ക് കിടക്കാം. സ്റ്റബ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മളെ ടൈപ്പ് 5 LSAs ഇല്ലേ, ടൈപ്പ് 5 LSAs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ശരിക്ക് എക്സ്റ്റേണലി. ഇപ്പോൾ എക്സ്റ്റേണലി അല്ലെങ്കിൽ ഈ ഏരിയ അല്ലെങ്കിൽ ഈ OSPF റൗട്ടിംഗ് ഡൊമൈനിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന നെറ്റ്വർക്കിന് ഇൻഫർമേഷൻ ആണ് എന്ത് ടൈപ്പ് 5. അത് ജനറേറ്റ് ചെയ്യുന്നത് ASBR ആണ് അല്ലേ. അത് ജനറേറ്റ് ചെയ്യുന്നത് ASBR ആണ് അല്ലേ. അപ്പോൾ ഞാനൊരു സിനാരിയോ പറയാണ്. സിനാരിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് 3 LSA പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻഫർമേഷനും ഉണ്ടാവും, പ്ലസ് അതിലെന്തും കീപ്പ് ചെയ്യും, ഡിഫോൾട്ട് റൗട്ടും കീപ്പ് ചെയ്യും. അതേപോലെ തന്നെ ASBR അല്ലെങ്കിൽ ടൈപ്പ് 5 LSA പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റേണൽ LSAസും ഉണ്ടാവും, മീൻസ് എക്സ്റ്റേണൽ നെറ്റ്വർക്ക്സ് ഉണ്ടാവും, പ്ലസ് അതിൽ ഡിഫോൾട്ട് റൗട്ട് ഉണ്ടാവും, ഏത് ASBRന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ളത് അല്ലേ. ആ ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഞാൻ പറയാം, നമുക്കൊരു സിനാരിയോ ഉണ്ട്. ഒരു സിനാരിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഈ ഏരിയ 1-ൽ ഈ ഏരിയ 1-ൽ എന്ത് വേണം? ടൈപ്പ് 5 LSAs എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണമെന്നല്ല. ആ സിനാരി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു 6 നെറ്റ്വർക്ക്സ് അല്ലേ അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 100 സബ്നെറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 200 സബ്നെറ്റ് ഉണ്ടെങ്കിൽ, 200 സബ്നെറ്റിന് ഇൻഫർമേഷൻ എനിക്ക് എന്ത് വേണ്ട? ഏരിയ 0-ലേക്ക് അഡ്വർടൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഏരിയ 0-ലേക്ക് എനിക്ക് അഡ്വർടൈസ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 200 സബ്നെറ്റും ശരിക്കും ഏരിയ 1-ലേക്ക് അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ചില സമയത്ത് ഒരുപാട് മെമ്മറി യൂട്ടിലൈസേഷൻ അവിടെ കൂടും, അല്ലെങ്കിൽ CPU-ന്റെ പ്രോസസ്സ് അവിടെ കൂടും. അപ്പം ഞാൻ ആ റൗട്ടിംഗ് ടേബിൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഏരിയനെ ഞാൻ സ്റ്റബ് ഏരിയ ആക്കി മാറ്റും. അപ്പോൾ സ്റ്റബ് ഏരിയ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യില്ല? ടൈപ്പ് 5 LSA അഡ്വർടൈസ് ചെയ്യില്ല. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്തെന്ന്, ഈ R1-ന് R5-ലേക്കുള്ള റീച്ചബിലിറ്റി ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ആസ് സൂൺ ആസ് നമ്മൾ ടൈപ്പ് 5 LSA സ്റ്റബ് ഏരിയ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ R2 അല്ലെങ്കിൽ ഈ ABR അവിടെ എന്താ വെച്ചാൽ ഒരു ഡിഫോൾട്ട് റൗട്ട് ഇങ്ങോട്ടേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡിഫോൾട്ട് റൗട്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് ഈ റൗട്ടറിന് ഇപ്പോൾ ഈ നെറ്റ്വർക്കിലേക്ക് എത്താനുള്ള സ്പെസിഫിക് റൗട്ട് ഇല്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, R1-ൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത്, ഇപ്പം അറ്റ് ദ മൊമെന്റിൽ ഞാനിപ്പോൾ എന്താ പറയുക, ഇതിലേക്ക് പിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിങ് റീച്ചബിലിറ്റി ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് റിട്ടേൺ റൗട്ട് ഞാൻ എന്ത് ചെയ്യില്ല, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഞാൻ എന്ത് ചെയ്യില്ല, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല. അതുകൊണ്ടാണത്. അപ്പോൾ പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ ഇതിൻ്റെ റൗട്ടിംഗ് ടേബിൾ ഉണ്ട് കാര്യങ്ങൾ. എന്താ നോക്കിയാൽ IP റൗട്ട് നമ്മൾ ഇതിപ്പോൾ എന്താ പറയുക, E1 അല്ല ഉണ്ടാ, E1-ൽ നമ്മൾ അതിൻ്റെ റൗട്ടിംഗ് ടേബിൾ ഉണ്ട്. പക്ഷെ എന്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിങ് ഉണ്ടാവില്ല. പിങ് എന്താ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ റിപ്ലിക്കേറ്റ് OSPF ഞാൻ എന്ത് ചെയ്യില്ല, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് കിട്ടാത്തത്. ഫൈൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നത്, സ്റ്റബ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുക. സ്റ്റബ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എവിടെ എന്ന് വെച്ചാൽ ടൈപ്പ് 5 LSA കട്ട് ചെയ്ത് കളയും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അവിടെ ഉണ്ടാവുന്ന റൗട്ടറിൻ്റെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഞാൻ എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല റിസോഴ്സ് യൂട്ടിലൈസേഷൻ മിനിമൈസ് ചെയ്യാന്നുള്ള നമ്മൾ ഉദ്ദേശം കംപ്ലീറ്റ് ടൈപ്പ് 5 ഡിലീറ്റ് ചെയ്യൽ മാത്രമല്ല. പക്ഷേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിലേക്കുള്ള റീച്ചബിലിറ്റി ഉണ്ടാവും. ആ റീച്ചബിലിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് സൂൺ ആസ് ഞാൻ ഇവിടെ ABR-ൽ ടൈപ്പ് 5 എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, ABR എനേബിൾ ചെയ്ത് സ്റ്റബ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ABR എന്ന് വെച്ചാൽ ഡിഫോൾട്ട് റൗട്ട് ഇങ്ങോട്ടേക്ക് ഇൻജെക്ട് ചെയ്യും. വിത്ത് ആ ഡിഫോൾട്ട് റൗട്ട് R1 എന്ത് ചെയ്യാൻ പറ്റും, ഡെസ്റ്റിനേഷനിലേക്ക് റീച്ചബിലിറ്റി കിട്ടും. ഓക്കെ, ഇനി സ്റ്റബ് എനേബിൾ ചെയ്യുന്ന സമയത്ത് അവിടെ 4 റെസ്ട്രിക്ഷൻസ് ആണുള്ളത്. 4 റെസ്ട്രിക്ഷൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏത് റൗട്ടറിലാണോ അല്ലെങ്കിൽ ഏത് ഏരിയയിൽ, ഞാൻ സ്റ്റബ് എന്തിന് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മെമ്മറി യൂട്ടിലൈസേഷൻ വർക്ക് ചെയ്യാനല്ല, നെറ്റ്വർക്ക് ഇൻ ജനറൽ നമുക്ക് മെമ്മറി യൂട്ടിലൈസേഷൻ മാത്രം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഞാൻ ഇതെന്താ ചെയ്യുന്നറിയാം. ഒരു ഏരിയയിൽ സ്പെസിഫിക് ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാവില്ല അല്ലേ? മറ്റേ എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അതെ, ഇതിലുണ്ടാവില്ല. ഞാൻ ഇപ്പൊ അതിന് പകരം ഡിഫോൾട്ട് റൗട്ട് കൊടുക്കുകയും ചെയ്യും. അതെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ R4 എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പനീൻ്റെ ഇത് കണ്ടോ, നിങ്ങൾ ഇത് നോക്ക്. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി വലിയൊരു സിനാരി ഞാൻ തരാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോറി, ഇതെല്ലാം ഒരു വലിയൊരു ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്. ഇത് ഏതാ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ abc.com, വലിയൊരു ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഓർഗനൈസേഷനിൽ ഞാൻ എന്താക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ചെന്നൈ ഓഫീസ്, ഇത് ബാംഗ്ലൂർ ഓഫീസാണ് ഹെഡ് ഓഫീസ്. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഏരിയ 0 ആക്കി കൺസിഡർ ചെയ്ത്. ഇത് ഡൽഹി ഓഫീസ്. 2 ഓഫീസും ചെന്നൈ ആയിക്കഴിഞ്ഞാലും ഡൽഹി ആയിക്കഴിഞ്ഞാൽ ഞാൻ തരുന്ന ബാംഗ്ലൂർ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അതെന്താണ്, ബാക്ക് ബോൺ ഏരിയ ആണ്. അപ്പോൾ ചെന്നൈയിൽ ചില സമയത്ത് ഞാൻ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യാണ്. ചെന്നൈയിൽ ചില സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇരിക്കുന്നുണ്ടാവില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ ഇരിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു മിനിമം
മിനിമം റിക്വയർമെന്റ്സ് മാത്രം വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ചെറിയൊരു റൗട്ടർ, ചെറിയൊരു സ്വിച്ചസ്, അല്ലെങ്കിൽ ചെറിയ നമ്പർ ഓഫ് യൂസേഴ്സ്. അപ്പോൾ ഈ ചെറിയ റിക്വയർമെന്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഈ ഓർഗനൈസേഷൻ abc.com ഓർഗനൈസേഷൻ ഒരു പുതിയ വെണ്ടറായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വെണ്ടറായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ കംപ്ലീറ്റ് വെണ്ടറിന്റെ ഈ കംപ്ലീറ്റ് സബ്നെറ്റ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചെന്നൈയിലേക്ക് അടിച്ചു കയറേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ ചെന്നൈ ഒരു ചെറിയ ഓഫീസാണ്. ആകെ എനിക്ക് എന്ത് വേണം എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് ഇതിലേക്കുള്ള റീച്ചബിലിറ്റി അച്ചീവ് ചെയ്യണം. ഓക്കെ, ഇതിലേക്ക് അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇന്റർനെറ്റ് റൗട്ട്സ് ആണ് ഞാൻ ഇതിലേക്ക് അടിച്ച് കയറ്റുന്നത്. കംപ്ലീറ്റ് ഇന്റർനെറ്റ് റൗട്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ടാവും. ഏഹ് ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഏരിയനെ ഞാൻ സ്റ്റെപ്പ് ആക്കി മാറ്റും. അപ്പോൾ സ്റ്റെപ്പ് ആക്കുന്ന സമയത്ത് ഒരു 4 റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം. റെസ്ട്രിക്ഷൻ ഒന്ന് എന്താന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് ഞാൻ ആ ഏരിയനെ സ്റ്റെപ്പ് ആക്കുന്ന സമയത്ത് എന്താവുന്ന അറിയാം, ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഈ ഇന്റർഫേസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏരിയയിൽ സ്റ്റെപ്പ് ചെയ്യാനാണ്. അപ്പോൾ സ്റ്റെപ്പ് ആക്കുന്ന സമയത്ത് എന്തുണ്ടാന്ന് പറഞ്ഞാൽ ആ ഏരിയൻ്റെ ഉള്ളിൽ സെൻഡ് ചെയ്യുന്ന ഹലോ പാക്കറ്റിൽ ഒരു ബിറ്റ് ഉണ്ട്, ഒരു ഇ ബിറ്റ് എന്ന് പറഞ്ഞ ഫ്ലാഗ് ഉണ്ട്. ഇ ബിറ്റ് എന്ന് പറഞ്ഞ ഫ്ലാഗ് എന്ത് ചെയ്യുന്ന അറിയാം, ഞാനല്ല മീൻസ് ആസ് സൂൺ ആസ് സ്റ്റെപ്പ് എനേബിൾ ചെയ്താൽ ഇ ബിറ്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ 0 കൺവേർട്ട് ചെയ്യും. ഇനി 0 കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റൗട്ടറിനാണോ ആ ഹലോ പാക്കറ്റ് കിട്ടുന്നത് വിതൗട്ട് സെറ്റിംഗ് 0, ആ റൗട്ടറിന്റെ ഹലോ പാക്കറ്റ് അവിടെ എന്ത് ചെയ്യുന്നറിയോ, ഡിനൈ ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഡിനൈ അല്ല, സോറി, റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്താ മേക്ക് ഷുവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒരു ഏരിയയിൽ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള എല്ലാ റൗട്ടറിൻ്റെയും ഇ ബിറ്റ് എന്താക്കണം, 0 ആക്കണം. 0 ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റൗട്ടറിലാണോ ഞാൻ സ്റ്റെപ്പ് എനേബിൾ ചെയ്യുന്നത് ആ ഏരിയയിലുള്ള എല്ലാ റൗട്ടറിലും ഞാൻ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് മാനുവലി എനേബിൾ ചെയ്യണം. അതാണ് അതിൻ്റെ ക്യാച്ച്. ഓക്കെ, ഇ ബിറ്റ് നിങ്ങൾ എനേബിൾ, ഞാൻ പറഞ്ഞത് എഞ്ചിനീയേഴ്സ് എനേബിൾ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. വൺസ് ആസ് സൂൺ ആസ് ഞാൻ സ്റ്റെപ്പ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് എനേബിൾ ചെയ്ത റൗട്ടറിൽ ഹലോ പാക്കറ്റ് സെൻഡ് ചെയ്ത സമയത്ത് ഇ ബിറ്റ് എനേബിൾ ചെയ്യും, ഇ ബിറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ഒരു റൗട്ടറിന് ഇ ബിറ്റ് ഓഫ് ആക്കിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റൗട്ടർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ഇ ബിറ്റ് മിസ്മാച്ച് വരുന്ന സമയത്ത് എന്തുണ്ടാവും, അതിനെ പിടിച്ചിട്ട് റിജക്ട് ചെയ്യും. ആ റൗട്ടറിൽ എന്തെങ്കിലും നെയ്ബർ റിലേഷൻഷിപ്പ് ഫോം ചെയ്യില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ഫസ്റ്റ് ഹലോ മെസ്സേജസ് പറയുന്ന സമയത്ത് അതിലൊരു ഓപ്ഷണൽ ബിറ്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏരിയ ഐ ഡി മാച്ച് ആവണം, സബ്നെറ്റ് മാസ്ക് മാച്ച് ആവണം, ഒതൻറ്റിക്കേഷൻ മാച്ച് ആവണം, അതേപോലെ തന്നെ ഓപ്ഷണൽ ബിറ്റും കൂടി മാച്ച് ആവണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ ആ പറഞ്ഞ ഓപ്ഷണൽ ബിറ്റാണ് ഞാൻ ഈ പറഞ്ഞ ഇ ബിറ്റ്. ഓക്കെ, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സ്റ്റെപ്പ് ഏരിയയിൽ ഒരിക്കലും വെർച്വൽ ലിങ്ക് പാടില്ല. ഓക്കെ, മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഏരിയയിൽ സ്റ്റെപ്പ് എനേബിൾ ചെയ്ത ഏരിയയിൽ എന്തുണ്ടാകാൻ പാടില്ല, ASBR റൗട്ടർ ഉണ്ടാകാൻ പാടില്ല. ASBR റൗട്ടർ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ASBRന് ഇല്ലാണ്ട് കണ്ടിട്ടല്ലേ, അല്ലേ ASBR തരുന്ന ഇൻഫർമേഷൻ ഇല്ലാണ്ട് കണ്ടിട്ടില്ല നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ സ്റ്റെപ്പ് എനേബിൾ ചെയ്യുന്നത്, അല്ലേ? ഇനി നാലാമത്തെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആ ഏരിയയിൽ വേറൊരു ABR വെക്കാണ്ട് നോക്കുക. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് ഞാൻ ഇവിടെ ടൈപ്പ് 5 LSA കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ABR തരുന്ന ഡിഫോൾട്ട് റൗട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക, അല്ലേ? അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ABR ഉണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ABRൽ സ്റ്റെപ്പ് എനേബിൾ ചെയ്യേണ്ടി വരും. ബിക്കോസ് അവിടെ ഈ ബിറ്റിന് മിസ്മാച്ച് വരുന്നതിനെ കൊണ്ട്. അപ്പോൾ ആ ABRലെ സ്റ്റെപ്പ് എനേബിൾ ചെയ്യാൻ അവിടെ എന്തുണ്ടാവും, ഡിഫോൾട്ട് റൗട്ട് മൂപ്പർ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ഡിഫോൾട്ട് റൗട്ട് വരുന്ന സമയത്ത് അതിൽ ഏത് എടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവും, ഇന്റേണൽ റൗട്ടേഴ്സിന് ഉണ്ടാവും. ഓക്കെ, അതാണ് സ്റ്റെപ്പ്. ഇനി ഞാൻ ഇവിടെ സ്റ്റെപ്പ് എനേബിൾ ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ മാറ്റം കൂടി നമുക്ക് കാണാം. ഒറ്റ മിനിറ്റ്. ഞാൻ R2 കയറിയിട്ട് അപ്പോൾ സ്റ്റെപ്പ് ഏരിയയിൽ എല്ലാ റൗട്ടറിലും സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? ചെയ്യേണ്ടി വരും. ഞാൻ അതിന് കാണിച്ചു തരാം, എന്തുകൊണ്ടാന്ന് കാണിച്ചു തരാം. ഇപ്പം OSPF നമുക്ക് അതിൽ OSPFലെ പാക്കറ്റ് പിടിക്കാം നമുക്ക്, അല്ലെങ്കിൽ ഹലോ പാക്കറ്റ് മാത്രം മതിയാവും.
നമുക്ക് പാക്കറ്റ് കൊടുക്കാം. ഫുൾ പാക്കറ്റ് എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കോൺഫിഗറേഷൻ മോഡ് പോയിട്ട് റൗട്ടർ OSPF-ൽ 1 ഏരിയ ഇത് 1 അല്ലേ, ഏരിയ 1 ഞാൻ എന്താക്കി സ്റ്റെബാക്കി മാറ്റി. ഒറ്റ മിനിറ്റ്, ഒരു കാര്യം കൂടി കാണിച്ചു തരാം. സോ IP OSPF database summary. So IP OSPF database summary. ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ഇത് R1-ൽ ഡാറ്റാബേസ് സമ്മറിൻ്റെ ഔട്ട്പുട്ട് ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ ഫൈൻ, കൂട്ടെ. ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഏരിയ 1 സ്റ്റെബാക്കി മാറ്റി. adjacency force to reset. എന്താ അവസ്ഥ നോക്കില്ല നമുക്ക്. നമ്മൾ ആ ഇതില്ലേ ഡെഡ് ടൈമർ അവിടെ എക്സ്പയർ ആയിട്ടുണ്ട്. ഞാൻ അത് ആക്ച്വലി ആ മെസ്സേജ് അവിടെ ജനറേറ്റ് ആവുമെന്നാണ് നോക്കുന്നത്. നമുക്ക് നോക്കാലോ. ഞാൻ അവിടെ ഡീബഗ് എനേബിൾ ചെയ്തതിനെ കൊണ്ട് കാണുന്നില്ലേ? ഇവിടെ കാണാം. IP OSPF neighbor. debug IP OSPF. ഇവന്റ്സ് കൊടുക്കാം ഞങ്ങൾ. ഇല്ലെന്തേ കാണും നോക്കാം. ഇത് കണ്ടോ നിങ്ങൾ? നമുക്ക് അവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. യു ഓൾ മിസ്മാച്ച് കാണിക്കുന്നുണ്ടല്ലോ. ഇത് കണ്ട മിസ്മാച്ച് സ്റ്റബ് ട്രാൻസിറ്റ് ഏരിയ ഓപ്ഷൻ ബിറ്റ് പറഞ്ഞ മനസ്സിലായ? ഓപ്ഷൻ ബിറ്റ് മിസ്മാച്ച് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് അവിടെ പാക്കറ്റ് ക്യാപ്ചറും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം വെറുതെ സമയം പോക്കാം. അപ്പോൾ ഇതന്നെ മതി നമുക്ക്. മിസ്മാച്ച് കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിനാരിയോ കാണുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബിറ്റ് അവിടെ 0 ആക്കിയിട്ടുണ്ട്. ഈ ബിറ്റ് 0 ആക്കിയത് കൊണ്ട് തന്നെ R1-ന് ഈ ബിറ്റ് 0 ആക്കിയ R2 എന്നൊരു ഹെലോ മെസ്സേജ് കിട്ടി. അവിടെ മിസ്മാച്ച് വന്നതിനെ കൊണ്ട് മൂപ്പറെ പിടിച്ചിട്ട് എന്താക്കി അതിനെ സ്വിച്ച് ഓഫ് ചെയ്ത്, സോറി, അതിന്റെ ഹെലോ പാക്കറ്റ് ഡിനൈ ചെയ്ത്. നമുക്ക് ഇപ്പോൾ ആകെ ഒരു ഓപ്ഷൻ എന്താ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനേബിൾ ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഏരിയ 1 ഓക്കെ അല്ലേ? അവിടെ മൂപ്പർ നെയ്ബർ ആയിട്ടുണ്ട്. IP OSPF നെയ്ബർ റിക്കവർ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്നല്ല കാണണ്ടേ. നമുക്ക് കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ IP റൗട്ട് രണ്ട് സൈഡിലും സ്റ്റെപ്പ് ചെയ്യണം, രണ്ട് റൗട്ടറിലും. ഈ ഒരു സിനാരിയിൽ ഇപ്പോൾ 2 റൗട്ടേ ഉള്ളൂ. അപ്പോൾ 2-ൽ നമ്മൾ ചെയ്യണം. പക്ഷെ റൗട്ടറിലല്ല നീ ചെയ്യുന്നത്. നീ എവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും. ആ റൗട്ടറിൽ കയറിയിട്ട് ആ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും നീ റൗട്ടറിലല്ല ചെയ്യുന്നത്. മനസ്സിലായോ? ഏരിയയിലാണ്. അതെ. ഇതിപ്പോൾ ഒന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായ ഓർമ്മയുണ്ട, ഈ R1 നേരത്തെ റൗട്ടിംഗ് ടേബിൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട് E1 എന്ന് പറഞ്ഞിട്ട് അല്ലേ?
ഇപ്പോൾ എന്തേ ഉള്ളൂ, ആകെ ഡിഫോൾട്ട് റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഉണ്ടായ 6 നെറ്റ്വർക്കിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ഡിഫോൾട്ട് റൂട്ടാക്കി മാറ്റി. ഇനി ഞാൻ നോക്കേണ്ടത് പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ഫൈൻ. ഇനി നോക്കേണ്ട ഇതല്ല, നമ്മളെ ഉദ്ദേശം ഉണ്ടായിട്ടില്ല നേരത്തെ ഡാറ്റാബേസ് നമുക്കിത് തമ്മിൽ ഡിഫറൻസ് നോക്കാം. ഇത് ഞാൻ മുന്നേ പ്രീ ചെക്സിൽ ഞാൻ ആ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് അതിലുള്ള ഡിഫറൻസ് നോക്കാം. ഇത് പോസ്റ്റ് ആണേ, ഇത് പ്രീ. ഓക്കെ, ഇത് കണ്ടോ, മുന്നേ ഞാനിത് സ്റ്റബ് ചെയ്യുന്നതിന് മുന്നേ കണ്ടോ ടൈപ്സ് 5 LSA 7 എണ്ണം ഉണ്ടായിരുന്നു കൗണ്ട്. ഇപ്പൊ എന്തായിട്ട് മാറി? 0 മാറി അല്ലേ? അതേപോലെ തന്നെ ASBR സമ്മറി LSA കണ്ടോ, നമുക്ക് നേരത്തെ ഒന്നുണ്ടായിരുന്നു. ASBR സമ്മറി LSA എന്ന് പറഞ്ഞാൽ എന്തേനു? ടൈപ്പ് 4 LSA. അതിപ്പോൾ എന്തായി മാറി? അത് 0 മാറി. ഞാൻ അതും കൂടിയും പറഞ്ഞുതരാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് കട്ടാക്കിയത്? ടൈപ്പ് 5 ഇൻഫർമേഷൻ അല്ലേ കട്ടാക്കിയത്? ആര് തരുന്ന ടൈപ്പ് 5 ആര് തരുന്നതായിരിക്കും? ASBR തരുന്നല്ലേ? അപ്പോൾ ASBR തരുന്ന ടൈപ്പ് 5 ഇൻഫർമേഷൻ നമ്മൾ കട്ടാക്കി കഴിഞ്ഞാൽ ടൈപ്പ് 4 ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ടാകും. ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ASBRന്റെ സമ്മറി ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ എന്താക്കും, ആസ് സൂൺ ആസ് നമ്മൾ സ്റ്റബ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് 5 കട്ടാക്കും. ടൈപ്പ് 5 കട്ടായി കഴിഞ്ഞാൽ ടൈപ്പ് 5 എന്താ? ASBR ഇൻഫർമേഷനാണ്. ASBR സമ്മറി, ASBR തരുന്ന ഇൻഫർമേഷനാണ്. ടൈപ്പ് 5 കട്ടായി കഴിഞ്ഞാൽ പിന്നെ ASBR തരുന്ന ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ASBRനെ പറ്റിയ ഇൻഫർമേഷൻ എന്താ? അതും കട്ടാക്കും. ഇനി നമുക്ക് എന്ത് കേരി വന്നു പറഞ്ഞാൽ സമ്മറി നെറ്റ്വർക്ക് ഉണ്ടാവും. നെറ്റ്വർക്ക് സമ്മറി LSA ഉണ്ടാവും. നെറ്റ്വർക്ക് സമ്മറി LSA എന്ന് പറഞ്ഞാൽ ആര് തരുന്നതാണ്? ABR തരുന്നതാണ്. നേരത്തെ 2 എണ്ണേ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോൾ 1 കേരി വന്നു. ആ കേരി വന്ന് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഡിഫോൾട്ട് റൂട്ട് എന്താ? എക്സാക്ട്ലി അത് തന്നെ. ഡിഫോൾട്ട് റൂട്ട് എന്താക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കേരി വന്നിട്ടുണ്ട്. അതാണ് ഉണ്ടായത്. ഇപ്പം നിങ്ങൾ റൗട്ടിംഗ് ടേബിൾ നോക്കിയാൽ ഇതണ്ട, ഇത് കേരി വന്നിട്ടുണ്ട്. ഇതാണ് എന്ത്? എന്തപ്പോൾ സ്റ്റബ്. ഓക്കെ ഫൈൻ. അപ്പോൾ പുതിയ മാനേജ്മെൻറ്റ് വന്ന് abc.com പുതിയ മാനേജ്മെൻറ്റ് വന്ന് സമയമോസത്തിന് നമുക്ക് CTO ആയിട്ട് വന്നത് അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾ വന്നതിനെ കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫയറിങ് നടന്ന് കുറേ ആളെ ഫയർ ചെയ്ത്. ഓക്കെ, എന്നിട്ട് കുറേ ഡിവൈസിലെ എന്താ പറയുക, ഡിവൈസ് പുതിയതിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഡിവൈസ് മൈഗ്രേറ്റ് ചെയ്ത സമയത്ത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനായിട്ട് നമ്പർ ഓഫ് യൂസേഴ്സ് കുറഞ്ഞ ലൊക്കേഷനിലേക്ക് എന്താക്കിയെന്ന് പറഞ്ഞാൽ പിന്നെയും കുറേ ഡിവൈസ് എന്താക്കി വെട്ടിച്ചുരുക്കി. R1 മാറ്റി. R1 ഇപ്പം ആദ്യം ഉണ്ടായ R1 സീരീസ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് ഓഫ് സപ്പോർട്ട് ഡിവൈസ് ആയിരുന്നു ഒരു 37 സീരീസ്. ഇതാണ് 37 സീരീസ്. അപ്പോൾ എന്താ വെച്ചാൽ അത് അയാൾ ഡീകമ്മീഷൻ ചെയ്യാൻ പറഞ്ഞ് എന്നിട്ട് എന്താക്കിയെന്ന് പറഞ്ഞാൽ പുതിയ ഡിവൈസ് കൊണ്ടുവന്ന് അതിലും വളരെ യൂസേഴ്സ് എല്ലാം കുറവായതുകൊണ്ട് അതിലും വളരെ പിന്നെന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവായ ചെറിയ മോഡൽ റൗട്ടർ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഡിവൈസ് കൊണ്ടുവന്നു. ബിക്കോസ് നമ്മളെ CTO അക്കൗണ്ട്സ് ഉള്ള ഒരാളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് കൺസ്ട്രെയിൻസ് നടക്കുന്നുണ്ട്. കോസ്റ്റ് കട്ടിങ് എല്ലാവരും ഡിവൈസ് മാറ്റലും ഇങ്ങനത്തെ ലൈറ്റ്. അപ്പോൾ അത് വന്നതിനെ കൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിന് വേറെ വഴിയില്ല. നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് അലോക്കേറ്റ് ചെയ്ത ബഡ്ജറ്റ് വളരെ കുറവാണ് ഇപ്രാവശ്യം. അപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഈ എൻഡ് ഓഫ് സപ്പോർട്ട് ഡിവൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ മാറ്റുമ്പോൾ നമ്മളോട് CTO മേലെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓർഡർ ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അലോക്കേറ്റ് ചെയ്ത ബഡ്ജറ്റ് വളരെ കുറവാണ്. ബിക്കോസ് നമുക്ക് കോസ്റ്റ് കട്ടിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താക്കിയെന്ന് പറഞ്ഞാൽ പുതിയ ഡിവൈസ് കൊണ്ടുവച്ച്, ബട്ട് വളരെ ചെറിയ ഓഫീസ് ആയതുകൊണ്ട് കുറച്ചും കൂടി താഴെ ഉള്ള ഡിവൈസ്. അപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് പ്ലാൻ ചെയ്യും, വളരെ താഴെ ഡിവൈസ് ആണെങ്കിൽ അതിൽ CPU മെമ്മറി എന്തായിരിക്കും വളരെ കുറവായിരിക്കുമല്ലോ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാണ് നിങ്ങൾക്ക്? പറയുന്നത് മനസ്സിലാകണ്ട? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് പറയും ഓക്കെ അതിൻ്റെ CPU എല്ലാം വളരെ കുറവാണ്, മെമ്മറി എല്ലാം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബന്ധം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിലെ റൗട്ടിംഗ് ടേബിൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ക്യാപ്പബിൾ അല്ല, ആ റൗട്ടർ ക്യാപ്പബിൾ അല്ല. ബിക്കോസ് നെറ്റ്വർക്കിൽ
ഈ പറഞ്ഞ ഈ ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്ന കുറച്ചും കൂടി ഹൈ റിസോഴ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് വേറെ രക്ഷയില്ല. അപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് തീരുമാനിക്കും മെമ്മറിൻ്റെ യൂട്ടിലൈസേഷൻ ഒന്നും കൂടി കുറക്കാൻ തീരുമാനിക്കും. ഓൾറെഡി ഞാൻ മെമ്മറിൻ്റെ യൂട്ടിലൈസേഷൻ എന്ത് വെച്ച് കുറച്ചിട്ടുണ്ട്, ടൈപ്പ് 5 കട്ട് 8 ഞാൻ കുറച്ചിട്ടുണ്ട്, എങ്ങനെ ആക്കിയിട്ട് സ്റ്റബ് ഇട്ടിട്ട്. അപ്പോൾ കുറച്ചും കൂടി കുറക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അതർ ഏരിയൻ്റെ ഇൻഫർമേഷൻ ഇല്ല, ഇതെല്ലാം അതർ ഏരിയ അല്ലേ, 30.0 20.0 അതർ ഏരിയ അല്ലടാ. ഐ എ ടാഗ് ചെയ്ത് വരുന്നല്ലേ, ഈ ടാഗിങ്ങിൽ വരുന്നില്ലേ അല്ലേ. അപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ശരിക്കും എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് കട്ട് ചെയ്താലേ അത് ശരിക്കും ആര് തരുന്ന, നമുക്ക് ABR തരുന്നതാ ആ ഇൻഫർമേഷൻ. അപ്പോൾ ABR തരുന്ന നെറ്റ്വർക്ക് സമ്മറി ഇൻഫർമേഷനിൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതർ ഏരിയൻ്റെ ഇൻഫർമേഷൻ പ്ലസ് അതർ ഏരിയയിലേക്ക് പോകുന്ന ഡിഫോൾട്ട് റൗട്ടും കൂടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഇൻഫർമേഷൻ കൂടി കട്ട് ചെയ്യേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നോട്ട് സോ സ്റ്റബി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. നോട്ട് സോ സ്റ്റബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ നോട്ട് സോ സ്റ്റബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ഏരിയൻ ഇൻഫർമേഷനും കൂടി എന്ത് ചെയ്യുമ്പോൾ പിടിച്ച് കട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അവിടേക്കുള്ള ഡീഫോൾട്ട് റൂട്ട് മാത്രമേ ഉണ്ടാവൂ അല്ലേ? അവിടത്തേക്കുള്ള ഡിഫോൾട്ട് റോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് 3 LSA പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതർ ഏരിയയിൽ ഇൻഫർമേഷൻ പ്ലസ് ഡിഫോൾട്ട് റോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ് സൂൺ ആസ് നമ്മൾ ഇത് കട്ടായി കഴിഞ്ഞാൽ, ഇവിടെ R2 ഇത് നമ്മൾ കട്ടായി കഴിഞ്ഞാൽ ഇത് തന്നെ കമന്റ് നോ സമ്മറി, നോ സമ്മറി അല്ലേ, ഓക്കെ, നോ സമ്മറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറെ ബിറ്റൊന്നും ഓണാക്കൂല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇല്ല, അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ABR ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം. അവിടെ കണ്ട ഇപ്പോൾ അതർ ഏരിയൻ്റെ ഇൻഫർമേഷനും കൂടി ഇല്ല, മൊത്തത്തിൽ എന്തേ ഉള്ളൂ, ആകെ ഒരു ഡിഫോൾട്ട് റൗട്ടേ ഉള്ളൂ. ആക്ച്വലി നമുക്ക് റൗട്ടിംഗ് ടേബിളിൽ വേറൊരു റൗട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ നമുക്ക് ആകെ എന്ത് മതി, ഒരു ഡിഫോൾട്ട് റൗട്ട് മതി, മൂപ്പർ അത് പിടിച്ചിട്ട് അങ്ങ് പുറത്ത് പോയിക്കോളും അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാകാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസ് ഒന്നും കൂടി ചെക്ക് ചെയ്യാമല്ലോ. ഡാറ്റാബേസ് ഒന്നും ഇപ്പൊ എന്താ അവസ്ഥ, ഇപ്പൊ ഗതികെട്ട അവസ്ഥ, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ആകെ എന്തേ ഇല്ലൂ, ഡിഫോൾട്ട് റൗട്ട് മാത്രമേ ഇല്ലൂ. ഇതിലത് മാച്ച് ആവുന്നത്. നെറ്റ്വർക്ക് സമ്മറി നേരത്തെ 3 ഉള്ളത് ഇപ്പൊ 1 ആയില്ലേ? നെറ്റ്വർക്ക് സമ്മറി നേരത്തെ എത്ര ഉണ്ടായിരുന്നു, നേരത്തെ 3 ഉണ്ടായിരുന്നു നേരത്തെ അല്ലേ, 2 നമ്മളിത് ഫസ്റ്റ് എടുത്തല്ലേ, ഇത് ഫസ്റ്റ് അതെ, 2-3 മാറി. ഇപ്പൊ 1 മാത്രമേ ഉള്ളൂ. ഇപ്പൊ 1 എന്ന് പറയുമ്പോൾ എന്താണ്, ആകെയുള്ള ഡിഫോൾട്ട് റൗട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നേരത്തെ ഒരു ഇൻക്രിമെന്റ് അല്ലേ വന്നത്, നെറ്റ്വർക്ക് 2 എന്നുള്ളത് പിന്നെ 3 ആയല്ലേ ചെയ്തത്? അല്ലല്ല, ഇത് 2 ഞാൻ ആദ്യം എടുത്തതാ, ഫസ്റ്റ് ഇത് സ്റ്റബ് ചെയ്യുന്നതിൽ മുന്നേ എടുത്തതാ, ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ സ്റ്റബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 3 കിട്ടിയത്, കണ്ടോ 3 എന്താ വെച്ചാൽ 20.0 30.0 പ്ലസ് ഡിഫോൾട്ട് റൗട്ടും അല്ലേ. സ്റ്റബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട്, അതർ ഏരിയ ഇൻഫർമേഷൻ കിട്ടുമല്ലോ, നമുക്ക് എന്തേ കിട്ടാണ്ട്, എക്സ്റ്റേണൽ മാത്രമേ കിട്ടാണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റബിന് ശേഷം 20ഉം 30ഉം ഉണ്ടായിരുന്നു, പ്ലസ് ഡിഫോൾട്ട് റൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്തൊക്കെ നോട്ട് സോ സ്റ്റബ് ചെയ്ത് അതേ സമയത്ത് എന്ത് പോയി, 20ഉം 30ഉം പോയി, ആകെ എന്ത് മാത്രം വന്ന്, ഡിഫോൾട്ട് മാത്രം വന്നു. ഓക്കെ അല്ലേ? ഓക്കെ, സാർ ഇങ്ങനെ ഡീഫോൾട്ട് ആക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡിഫോൾട്ട് ആക്കുന്നതിനുള്ള കുഴപ്പമെല്ലാം തന്നെയാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ശരിക്ക് സ്പെസിഫിക് റൗട്ട് ആയിരിക്കണം ഏറ്റവും നല്ലത്. പക്ഷേ സ്പെസിഫിക് റൗട്ട് ആയിരിക്കണം ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള റീച്ചബിലിറ്റി അപ്പോൾ നമ്മൾ റൗട്ടിംഗ് ടേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, മോസ്റ്റ് മാച്ചിങ് വാല്യൂസ് അല്ലേ എടുക്കുക, അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഡിഫോൾട്ട് റൗട്ട് ആകുന്നതിനെ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഓഫീസിന്റെ നിലപാട് എങ്ങനെയാണ്, നിലപാട് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. ആ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ വേണ്ടത്, DC-യിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. അതെന്ത് വെച്ചിട്ട് മാച്ച് ചെയ്താൽ മതി, അവർക്ക് ആകെ DC-യിലേക്കുള്ള കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. ചില സമയത്ത് DC എന്നായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഓഫീസിന് എപ്പോൾ ഇന്റർനെറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ DC വഴി പോകേണ്ടി വരും. അപ്പം അങ്ങനെ പോകുന്ന സ്ഥിതിയിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്ത് മാത്രം മതി,
ഈ ഡി സിയിലുള്ള സോറി ഈ റിമോട്ട് ഓഫീസിൽ R1 ഡിഫോൾട്ട് റൂട്ട് എന്തിലേക്ക് കൊടുത്താൽ മതി, R2ലേക്ക് കൊടുത്താൽ മതി. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഓപ്ഷൻസ് ആണ് കേട്ടോ. ഇതിപ്പോൾ OSPF പഠിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ OSPF എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഒരു എന്റർപ്രൈസിൽ റൺ ചെയ്തുകൊണ്ട് അവിടെ സ്റ്റബ് റൺ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്നാലും മാത്രമേ അതിന് എന്താ അതിനൊരു പൂർത്തിയാവുന്നൊന്നുമല്ല. അത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അങ്ങനത്തെ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഫൈൻ. സംശയമൊന്നുമില്ലല്ലോ. സാർ ഈ പറഞ്ഞ ലാബിന്റെ നെറ്റ്വർക്ക് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യും. ഓ. R1 ഈ ലാബിന്റെ R1 to R2, R2 to R3 അവിടുത്തെ നെറ്റ്വർക്ക് ഒന്ന് മെൻഷൻ ചെയ്യും. ലിങ്കിൽ കൊടുത്ത IP യാ? അതെ ഓക്കെ ഓക്കെ. ചെയ്തോക്കാം. സ്റ്റാർട്ടിങ് ഫസ്റ്റ് 2 ഒക്ടറ്റ് 192 168 ആണ്. ആസ് യൂഷ്വൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അങ്ങനെ എടുത്താണ്. ഞാൻ കൊടുത്തത് ഓക്കെ അല്ലേ?
അടുത്തൊരു മോഡലും കൂടിയുണ്ട് NSSA എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതും കൂടി പറഞ്ഞുതരാം. അത് അതിനൊരു ഡയഗ്രാം ഞങ്ങൾക്ക് വരക്കാനുണ്ട്. ഡയഗ്രാം ഞാൻ കാണിച്ചു. അതിലൊരു സിനാരിയോ എന്താ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഏരിയ ഇല്ലേ, ഈ ഏരിയ ടു എന്താ പറയുക, ഒരു സ്റ്റെബ് ഏരിയ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് എന്താ ഉണ്ടാകുന്ന പറഞ്ഞാൽ അവിടെ ടൈപ്പ് 5 LSA ജനറേറ്റ് ആവൂലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഏരിയ 2-ൽ ഞാൻ എന്ത് കണക്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASBR കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ASBR കണക്ട് ചെയ്ത സമയത്ത് ഓഫ് കോഴ്സ് അവിടെ എന്ത് ജനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 5 LSA ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് 5 LSA അവിടെ എന്താ പറയുക, അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്തത്, അവിടെ ടൈപ്പ് 7 LSA എനേബിൾ ചെയ്യുന്നത്, അത് NSSA ഏരിയ ആക്കി മാറ്റുന്നത്. ഞാനൊരു മിനിറ്റ് അതിൻ്റെ ഡയഗ്രാം ഞാൻ നോക്കട്ടെ ഉണ്ട്. ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എൻ്റെ അതിൽ ആക്ച്വലി നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏരിയ 2 നമുക്ക് ഏരിയ 2 നമുക്ക് സ്റ്റബ് ഏരിയ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഏരിയ 2-ൽ ഒരു ASBR ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ASBR നമ്മൾ സ്റ്റബ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു 4 ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ASBR ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആ സീനാരിയിൽ ഇവിടെ എന്തുണ്ടാകുന്ന വെച്ചാൽ ASBR ഈ R4 ASBR ആവും, അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും സ്റ്റബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സീനാരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏരിയനെ NSSA ഏരിയ ആക്കി മാറ്റുന്നത്. അപ്പോൾ NSSA ഏരിയ ആക്കി മാറ്റുന്ന സമയത്ത് എന്തുണ്ടാവുന്ന പറഞ്ഞാൽ എക്സ്റ്റേണൽ നെറ്റ്വർക്സിന് അത് എന്താക്കുന്നുണ്ടെങ്കിൽ ടൈപ്പ് 5-ന്ന് മാറ്റിയിട്ട് അതിനെ ടൈപ്പ് 7-ലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് NSSA എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് R3-ൽ നോക്കുകയാണെങ്കിൽ അവിടെ E1 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക്സ് ആണ് അഡ്വർടൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ഏരിയ നമുക്ക് സ്റ്റബ് ഏരിയ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഡ്യൂ ടു അതിൽ ഫസ്റ്റ് റെസ്ട്രിക്ഷൻസ് കൊണ്ട്, റെസ്ട്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ R4 ASBR ആയിട്ട് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ സ്റ്റബ് ഏരിയ ആക്കി മാറ്റില്ല. അപ്പോൾ സ്റ്റബ് ഏരിയനെ നമ്മൾ എന്താക്കുന്നു പറഞ്ഞാൽ ആ ടൈപ്പ് 5-നെ ടൈപ്പ് 7-ലേക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് NSSA എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ എനേബിൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ ഏരിയ 2 NSSA അവിടെ ബ്രേക്ക് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷണൽ ബിറ്റ് ഇതിലൊരു ഓപ്ഷണൽ ബിറ്റ് ഉണ്ട്, P ബിറ്റ് എന്ന് പറഞ്ഞിട്ട്. P ബിറ്റ് എന്ത് ചെയ്യുന്നു, അതിൽ സ്റ്റബിൽ ഈ ബിറ്റ് ഓഫ് ആക്കുകയാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ P ബിറ്റ് ഇതിൽ ഓൺ ആക്കി ചെയ്യുക. അപ്പോൾ P ബിറ്റ് ഓൺ ആക്കിയത് കൊണ്ട് തന്നെ എന്തുണ്ടാവുന്നില്ല, ഇവിടെ R3 ആണല്ലോ ABR, ഏരിയ 2-ന്റെ ABR R3 ആണല്ലോ. ABR ലോ SPF നെയ്ബർ റിലേഷൻഷിപ്പ് എന്താണ്, ഡൗൺ ആവും. ഇവിടെ ഇത് കണ്ടോ 30.2 ലേക്കല്ലേ.
4 2 1 ഡൗൺ ആവേണ്ടതാണ് ഇപ്പോൾ. അതെ, ഡൗൺ ആയി, എക്സ്പയർ ആയി, ഡെഡ് ടൈം എക്സ്പയർ ആയി, അത് ഡൗൺ ആയി. അപ്പോൾ ആ സിനാരിയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ debug API മിസ്മാച്ച് വിത്ത് NSSA ഓപ്ഷൻ വിട്ട്. ഓക്കെ, അത് അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പറയാം, ഏതാ ഏരിയ 1 ഏരിയ 2 NSSA. ഞാനത് അവിടെ എനേബിൾ ചെയ്യും. എന്നിട്ട് നമുക്ക് റൗട്ടിംഗ് ടേബിൾ എന്താണെന്ന് പറയാം. IP റൗട്ട് ഇത് കണ്ടോ, N പറഞ്ഞ നെറ്റ്വർക്കിലേക്കാണ് N ആണ് ഡിനോട്ട് ചെയ്യുന്നത്. N എന്ന് പറഞ്ഞാൽ OSPF NSSA എക്സ്റ്റേണൽ. ഓക്കെ, ഇതാണ് NSSA. ഇത് എനേബിൾ ചെയ്യേണ്ട കമന്റ് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളിലാണ് ഡിസ്കസ് ചെയ്യാനുള്ള OSPF ഇൻ ജനറൽ ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് മൺഡേ ഒരു കാര്യം കൂടി പറയാം. അന്ന് പറഞ്ഞിട്ടുണ്ടായില്ല നെറ്റ്വർക്ക് ടൈപ്സിൽ ഞാൻ ഓൾറെഡി അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. OSPF ഇന്റർഫേസിൽ കാണിച്ചിട്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ബിക്കോസ് മറ്റുള്ള 2 നെറ്റ്വർക്ക്സ് അതിപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇതിൽ നിങ്ങൾ ജസ്റ്റ് എന്താ വെച്ചാൽ ഒരു ഒന്ന് ഗോ ത്രൂ ചെയ്യ് കംപ്ലീറ്റ് OSPFൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ. എന്നിട്ട് ഇപ്പം ഞാൻ ഈ ലാബും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൺഡേ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ, ഇവിടെ NSSA ആക്കുമ്പോൾ പറഞ്ഞാൽ ടൈപ്പ് 5 ടൈപ്പ് 7 മാറാം. അതെ, ടൈപ്പ് 7ലേക്ക്. അതെ, ടൈപ്പ് 7 എന്താ പറഞ്ഞത്? എന്തായിരുന്നു ടൈപ്പ് 7? ടൈപ്പ് 7 എന്ന് പറഞ്ഞാൽ NSSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എക്സ്റ്റേണൽ തന്നെ. അത് പക്ഷേ എന്താ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ LSA തന്നെ. പക്ഷെ അത് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 7ലേക്കാണ് എന്ത് ചെയ്യുന്നത്, അതിനെ കൺസിഡർ ചെയ്യാം. മറ്റേ സ്റ്റെപ്പ് പോലെ റൗട്ടിംഗ് ടേബിളിൽ നിന്ന് ഇത് ഒഴിവാക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇല്ല, ജസ്റ്റ് അത് 7ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രമല്ല. അതെന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചില സിനാരിയോയിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് സ്റ്റെപ്പ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, അത് പറ്റുന്ന കേസല്ല. എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം, ഈ ഒരു ഏരിയ എനിക്ക് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ചെയ്യണം. ആ സ്റ്റെപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഒരു വേറൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റൗട്ടർ ഉണ്ടെങ്കിൽ, ആ റൗട്ടർ ഒരു ASBR ആണെങ്കിൽ അതെന്തെങ്കിലും ഒരിക്കലും ആ സിനാരിയോയിൽ എന്തെങ്കിലും മാച്ച് ആവില്ല, ആ കണ്ടീഷൻ മാച്ച് ആവില്ല. അപ്പോൾ കണ്ടീഷൻ മാച്ച് ആവാത്ത സ്ഥിതിയിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ NSSAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ടൈപ്പ് 5 തന്നെയാണ് NSSAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, വേറെ ഒന്നും അല്ലാതെ. അപ്പൊ അവിടെ കാരണം മെമ്മറിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടാവില്ലല്ലോ. ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അല്ല, അപ്പൊ ഇവിടെ എന്താണ് ബെനിഫിറ്റ് ഈ ടൈപ്പ് 7ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട്? അതിന്റെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് തന്നെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ടൈപ്പ് 5 കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ടൈപ്പ് 5 കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് റൗട്ട് കൊണ്ടേക്കാം.
ഇത് വേറൊരു ഓർഗനൈസേഷൻ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കി നിങ്ങൾ. ഇത് ഞാൻ വേറൊരു ഓർഗനൈസേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഓർഗനൈസേഷനിൽ ഞാൻ റിപ്പാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഓഫ് കോഴ്സ് ഇവിടെ ഞാൻ റിപ്പ് റൺ ചെയ്യുന്നതിനെ കൊണ്ട് ഈ ഓർഗനൈസേഷനിലെ ഈ abc.comലെ R2 ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പ് തന്നെ റൺ ചെയ്യേണ്ടി വരും അല്ലേ? ഈ ഇന്റർഫേസിൽ അറ്റ്ലീസ്റ്റ് ഞാൻ റിപ്പ് റൺ ചെയ്യണ്ടേ? അപ്പോൾ ഈ റിപ്പ് റൺ ചെയ്തത് കൊണ്ട് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R2 എന്തായി മാറി? ഒരു ASPR ആയിട്ട് മാറി അല്ലേ? അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന നെറ്റ്വർക്കിനെ ഞാൻ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഈ കംപ്ലീറ്റ് ഏരിയയിലേക്ക് ഞാൻ എന്താക്കിയിട്ടുണ്ട്? ടൈപ്പ് 5 കട്ട് ചെയ്ത് സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ASBR ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാരണവശാലും ഈ പറഞ്ഞ നെറ്റ്വർക്കിൻ്റെ ഇൻഫർമേഷൻ ഞാൻ എന്ത് ചെയ്യില്ല, ഇങ്ങോട്ടേക്ക് ടൈപ്പ് 5 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് ASBRനെ ഇത് സ്റ്റബ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഇതിൻ്റെ നെറ്റ്വർക്കിന് R6 ഇവിടെ ഒരുപാട് ലൂപ്പ് ബാക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിനെ ഞാൻ ഇങ്ങോട്ടേക്ക് അഡ്വർടൈസ് ചെയ്യേണ്ട ഒരു സിനാരിയോ വന്നെന്ന് കൂട്ടിക്കോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ടൈപ്പ് 5 ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? സ്റ്റെപ്പ് എനേബിൾ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് എനേബിൾ ചെയ്തുകൊണ്ടുള്ള അവിടെ കണ്ടീഷൻ എന്താണ്? ASPR ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഒരു ASPR വന്ന്, അപ്പോൾ ASPR വരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം? ഈ ASPRന്റെ ഈ കംപ്ലീറ്റ് നെറ്റ്വർക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ടൈപ്പ് 5 ആയിട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താക്കും? അതിനെ ടൈപ്പ് 7ലേക്ക് കൺവേർട്ട് ചെയ്യും. ജസ്റ്റ് ആ സിനാരിയോ ബേസ്ഡ് മാത്രമാണത്. സംഭവം ഇത് നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇപ്പൊ റിയൽ ലൈവിൽ ഇത് എങ്ങനെ വരാ വെച്ചാല് നമ്മള് സ്റ്റെപ്പ് എനേബിൾ ചെയ്തിട്ട് വീണ്ടും നമ്മൾ അഡീഷണൽ റൗട്ടർ വേറെ നെറ്റ്വർക്ക് ആഡ് ചെയ്യുമ്പോഴാണോ നമ്മൾ ഇങ്ങനെ അതെ, ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ NSSA ഇപ്പം നമ്മൾ സ്റ്റെപ്പ് ചെയ്തിട്ട് ഓൾറെഡി ഉള്ളത് ഈ നെറ്റ്വർക്കിന്, ഈ ഒരു ഏരിയയാണ്. അപ്പം ഞാൻ പറയാം, ഈ ഒരു ABR ഞാൻ എന്ത് ചെയ്യണം? ഒരു ASPR ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് എന്താ വെച്ചാൽ ഈ ABRൽ ഞാൻ വേറൊരു ഓർഗനൈസേഷൻ കണക്ട് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ കണക്ട് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇത് എന്തായി മാറി? ഈ ഓർഗനൈസേഷനിൽ റൺ ചെയ്യുന്ന റിപ്പ് അല്ലെങ്കിൽ EAGRP എന്ന് കൂട്ടിക്കോ. അങ്ങനെ EAGRP ആയിട്ട് ഞാൻ ഈ റൗട്ടറിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൗട്ടറിൽ ഒരു ഇന്റർഫേസ് ഞാൻ എന്തിൽ റൺ ചെയ്യണം? EAGRPയിലേക്ക് റൺ ചെയ്യണം. അപ്പോൾ അങ്ങനെ EAGRPയിലേക്ക് റൺ ചെയ്യേണ്ട കേസ് ഈ റൗട്ടറിന് വരികയാണെങ്കിൽ അത് എന്തായി മാറി? ASBR ആയി മാറി. അപ്പോൾ ഈ ASBR സ്റ്റബ് ഏരിയയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല, കണ്ടീഷൻ മാച്ച് ആവില്ല. അപ്പം ഞാനൊക്കെ എന്ത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന നെറ്റ്വർക്കിനെ ഞാൻ എന്താക്കി മാറ്റും? ടൈപ്പ് 5 നെറ്റ്വർക്കിന്, ടൈപ്പ് 5 ആണ് ഇത് ആക്ച്വലി, അതിനെ ഞാൻ എന്താക്കി മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താക്കും? അതിനെ ടൈപ്പ് 7ലേക്ക് ആക്കി സെൻഡ് ചെയ്യും. ഒരിക്കലും നമ്മൾ എന്താ പറയുക, ടൈപ്പ് 5നെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈപ്പ് 4നെ കട്ട് ചെയ്തിട്ട് അവിടെ മെമ്മറി യൂട്ടിലൈസ് ചെയ്യണോ അല്ലെങ്കിൽ CPU യൂട്ടിലൈസേഷൻ കുറക്കുന്ന പോലത്തെ ഒരു കൺസെപ്റ്റ് അല്ല ഇതിന്. ഇതിനെന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 5നെ 7ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായിനാ? മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ഒന്ന് ലാബിലൊന്ന് ചെയ്ത് നോക്ക്, ഒരു ഓവറോൾ തിയറി ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്ക്. എന്നിട്ട് നമുക്ക് മൺഡേ വേണമെങ്കിൽ ഒന്ന് ജനറലായിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫർദർ മൂവ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഇൻ ജനറൽ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് ഈ പറഞ്ഞ എടുത്തതിലെല്ലാം? ഹലോ, OSPF-ല് ഈ കോസ്റ്റ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, മറ്റേ AGRP മെട്രിക്സിൽ ഉള്ള പോലെ. എന്താ ചോദിച്ചാൽ? സോറി, കിട്ടിയില്ല. OSPF-ല് കോസ്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. AGRP-ല് നമ്മൾ മെട്രിക്കിൽ കുറച്ചും കൂടി ഉള്ള പോലെ കുറെ കണ്ടീഷൻസ് ഉള്ള പോലെ. ഉണ്ടല്ലോ, OSPF-ലെ മെട്രിക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അല്ലേ? 10⁸ ഡിവൈഡ് ബൈ ഇന്റർഫേസ് ബാൻഡ് വിഡ്ത്ത് നമ്മളെന്ത് പറഞ്ഞ ഓർമ്മയില്ലേ? EAGRP-ൽ ആ K1 ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് ബൈ ഡിലേ എന്നെല്ലാം പറഞ്ഞിട്ട് വലിയൊരു മൾട്ടിപ്ലിക്കേഷൻ ഇല്ലേ, വലിയൊരു കാൽക്കുലേഷൻ ഇല്ലേ? അപ്പോൾ അത് EAGRP-ലെ മെട്രിക് കാൽക്കുലേഷൻ അങ്ങനെയാണ്. OSPF-ൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁸ ഡിവൈഡ് ബൈ ഇന്റർഫേസ് ബാൻഡ് വിഡ്ത്ത് ആണ്. അതാണ് കോസ്റ്റിനെയാണ് OSPF-ൽ മെട്രിക് എന്ന് പറയുന്നത്, മെട്രിക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്ക്. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
വാട്സപ്പിൽ ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചോ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി എനിക്ക് വേണമെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൺഡേ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓവറോൾ ഒരു ഗോ ത്രൂ ചെയ്യാം. എന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് അടുത്ത റീഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അടുത്ത വെനസ്ഡേയോ അല്ലെങ്കിൽ തേഴ്സ്ഡേ അങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, BGP സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻ. ഓക്കെ. ശരി, നടക്കട്ടെ. ഓക്കെ സർ.